ദരിദ്രരുടെ മാതൃകയും സംരക്ഷകനും. ആത്മന ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു എന്ന് ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തുനാഥൻ അരുളി ചെയ്യുകയുണ്ടായി. ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നല്ല ക്രിസ്തുനാഥൻ അരുളി ചെയ്തത് എങ്കിൽ ഇന്ന് ദാരിദ്ര്യം ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാവുകയില്ലായിരുന്നു. ഈശ്വരവിശ്വാസമില്ലാത്ത ഒരു തലമുറയ്ക്ക് ദാരിദ്ര്യം ഏറ്റവും വലിയ ശാപമാണ് എന്ന് വിജ്ഞാനം എന്ന വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു. ദാരിദ്ര്യത്തിലും എപ്രകാരം സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കണമെന്ന് വിശുദ്ധ യൗസേപ്പ് നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് ദാവീദ് രാജവംശജനാണെങ്കിലും ദരിദ്രനായിരുന്നു. തൊഴിൽ ചെയ്താണ് ജീവിച്ചത്. എന്നാൽ അദ്ദേഹം സമ്പത്തിനോട് ആഗ്രഹമില്ലാത്തവനായിരുന്നു. തൊഴിലിനു കൊടുക്കുന്ന കൂലി കൊണ്ട് അദ്ദേഹം തൃപ്തനായി. ദൈവത്തിലുള്ള അചഞ്ചലമായ പ്രത്യാശയാണ് വിശുദ്ധ യൗസേപ്പിനെ നയിച്ചിരുന്നത്. ആകാശത്തിലെ പറവകളെ പോറ്റുകയും വയലിലെ ശോഷണകളെ അലങ്കരിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പൈതൃക പരിലാളനയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അധ്വാനപൂർവവും ക്ലേശഭൂയിഷ്ഠവുമായ ജീവിതം നയിച്ചു. വിശുദ്ധ യൗസേപ്പ് ദരിദ്രനായി ജീവിച്ചതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ദരിദ്രരോട് പിതൃതുല്യമായ സ്നേഹമുള്ളത്. മാത്രമല്ല, ദരിദ്രരെ സഹായിക്കുന്നതിനും അദ്ദേഹം തൽപരനാണ് ഇന്നും. നമ്മുടെ പിതാവ് ദരിദ്രരെ സംരക്ഷിക്കും, അങ്ങിൽ നാം ആശ്രയിക്കുന്ന പക്ഷം. നാം ദരിദ്രരെ സഹായിക്കുന്നത് യൗസേപ്പ് പിതാവിന് സംപ്രീതിജനകമാണ്. കേരളത്തിൽ മുത്തിയൂട്ട് എന്നൊരു പൗരാണികമായ ആചാരം നിലനിൽക്കുന്നുണ്ട്. അപ്രകാരമുള്ള സൽകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണല്ലോ ഇന്നും ആ പാരമ്പര്യം നിലനിൽക്കുന്നത്. ദരിദ്രരിലും രോഗികളിലും ആതുരരിലും മിശിഹായെ തന്നെ ദർശിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവനാണ് മിശിഹ നമുക്ക് നൽകിയിരിക്കുന്ന ആഹ്വാനം. അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് വിശുദ്ധ യൗസേപ്പ് വാത്സല്യപൂർവ്വം സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ സുവിദിനമാണ്. പ്രച്ഛന്ന വേഷത്തിൽ അദ്ദേഹം തന്നെ ചില അവസരങ്ങളിൽ അനാഥശാലകളിലും സന്യാസ ഭവനങ്ങളിലും സഹായം എത്തിച്ചിട്ടുണ്ട്.